ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വലിയ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ. എനിക്കിന്ന് വലിയ പരിപാടികളൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഒരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ട്, കൊറിയർ ചെയ്യാനുണ്ട്. ഇന്നലെ രാത്രി 12 മണിയപ്പോഴത്തേക്ക് 450 രൂപ ഒരാൾ എനിക്ക് അയച്ചിട്ട് പറയണേ, ചേച്ചി സാലറി വന്നിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് കൺഫർമേഷൻ ആണ്, അതൊന്ന് നാളത്തേക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എടാ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നാളെ തന്നെ ഞാൻ കൊറിയർ ചെയ്തേക്കാന്ന്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് ഈ ഒരു 12 മണിക്ക് തന്നെ ഈ ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം. ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ നടക്കാനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ന്യൂ ഇയറിന് അങ്ങനെ റെസൊല്യൂഷൻ ഒന്നും എടുക്കാറില്ല, പിന്നെ അങ്ങനെ വലിയ ഹോപ്പും വെക്കാറില്ല. കാരണം ദൈവം തരുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു, തരാതിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് രണ്ടും ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ്, ഇവർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ 2 പേർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവരെനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരും കൂടിയാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, അതിൻ്റെ ഈ പെട്ടി ഉണ്ടല്ലോ, ഈ പെട്ടി ഇങ്ങനെ കറക്റ്റായിട്ടൊരു ബോക്സ് ആക്കുക എന്നുള്ളതാണ്. എനിക്ക് അത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇത്രയും നാളും എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരുന്നത് കൊറിയർ ചെയ്യാൻ മിനിമം 70 രൂപയാണ്, എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇത് നമ്മൾ 70 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, കാരണം അതെൻ്റെ മിസ്റ്റേക്കാണ്. ഇത്രയും നാളും എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും എക്സാമും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോകാറില്ലായിരുന്നു. അച്ഛനായിരുന്നു പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. അച്ഛൻ അവിടെ പോയിട്ട് സ്പീഡ് പോസ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും അത്രയും ആണോ? പിന്നെ ഇതിൻ്റെ പുറകിന് നടക്കാൻ എനിക്ക് അത്രയും സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ പെറുക്കി കെട്ടി പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് പാഴ്സൽ അയക്കുന്നതിന് 42 രൂപയുള്ളൂ, ഈ സ്പീഡ് പോസ്റ്റ് അയക്കേണ്ട ആവശ്യമില്ല എന്ന്. കാരണം നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ഈ 70 രൂപയും കൂടെ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ജ്വല്ലറി ബിസിനസ്സിന് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് മാർക്കറ്റിൽ, അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ പുറത്തുനിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഇതൊക്കെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുന്നു. അത് തന്നെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.